തൃശൂർ ജില്ലാ പഞ്ചായത്തും അനന്ത IAS അക്കാദമിയും സംയുക്തമായി നടത്തുന്ന വൺ പഞ്ചായത്ത് വൺ IAS പ്രൊജക്ടിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞ 27-ന് അവസാനിച്ചിരിക്കുകയാണ്. അതിനുശേഷം പല അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എല്ലാം നമ്മളെ വിളിച്ച് എങ്ങനെയാണ് ഇതിന്റെ സിലബസ്, ഇതിന്റെ പാറ്റേൺ എങ്ങനെയായിരിക്കും എന്നെല്ലാം ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോ ഇന്നത്തെ വീഡിയോ നമ്മളുടെ ഈ സ്കോളർഷിപ്പ് എക്സാമിനേഷന്റെ പാറ്റേൺ എങ്ങനെയാണ് ഈ എക്സാമിനേഷന്റെ സിലബസ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു എക്സാമിനേഷന് ഒരുങ്ങുമ്പോൾ നിങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കേണ്ടത് എന്നതിനെ ഡീറ്റെയിൽ ചെയ്യുന്ന ഒരു വീഡിയോയാണ്. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയായിരിക്കും ഈ എക്സാമിനേഷന്റെ പാറ്റേൺ, രണ്ട് എങ്ങനെയാണ് ഇതിന്റെ സിലബസിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട സബ്ജക്റ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 3 സ്റ്റേജുകളായിട്ടാണ് നമ്മൾ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയത്. 7ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ളവർക്ക് ലെവൽ 1 എന്ന കാറ്റഗറിയും, +1 +2 ആൻഡ് ഡിഗ്രി കമ്പൈൻ ചെയ്തിട്ട് ലെവൽ 2 എന്ന കാറ്റഗറിയും, ഡിഗ്രി കഴിഞ്ഞ് അടുത്ത വർഷം സിവിൽ സർവീസ് എഴുതാൻ പോകുന്നവരെ ലെവൽ 3 എന്ന കാറ്റഗറിയിലും നമ്മൾ ഉൾപ്പെടുത്തി. ഈ 3 കാറ്റഗറിക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള എക്സാമിനേഷനുകളാണ് ഉണ്ടാവുക. നമ്മളുടെ എക്സാമിനേഷൻ നടക്കുന്നത് ഈ വരുന്ന ഒക്ടോബർ 11-ാം തീയതിയാണ്. എന്നാണ് ആ ദിവസം? ഒക്ടോബർ 11-ാം തീയതിയാണ്. എന്താണ് ഈ എക്സാമിനേഷന്റെ പാറ്റേൺ? അതിനു മുൻപ് നമ്മൾ ഈ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നതിന്റെ വിഷൻ എന്താണ് ലക്ഷ്യം? തൃശൂർ ജില്ലയിലെ വിദ്യാർത്ഥികൾ എല്ലാവരും ഒരു മത്സര പരീക്ഷയെ കോൺഫിഡന്റോടുകൂടി അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ ഭാവിയിൽ പല പരീക്ഷകളും എഴുതുന്നവരാണ്. UPSCയുടെ സിവിൽ സർവീസ് പരീക്ഷ എഴുതും, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ SSC പരീക്ഷകൾ എഴുതാം, ചിലപ്പോൾ കേരള PSCയുടെ പരീക്ഷകൾ എഴുതാം. ഇതുപോലെ ഒരുപാട് മത്സര പരീക്ഷകൾ എഴുതും. നീറ്റ്, JEE പോലെയുള്ള എക്സാമിനേഷനുകൾ എഴുതാം. ഈ പരീക്ഷകളിലെല്ലാം ഒരുപാട് ഉദ്യോഗാർത്ഥികളും പരീക്ഷാർത്ഥികളും പങ്കെടുക്കുന്നുണ്ടാകും. എന്നാൽ ഇവരെല്ലാവരും ഒരേ സിലബസ് തന്നെയായിരിക്കും പഠിക്കുന്നത്. പക്ഷെ നിങ്ങളെ വേറിട്ട് നിർത്തുന്നത് എന്താണ്? അത് നിങ്ങളുടെ ആത്മവിശ്വാസവും കഠിനാധ്വാനവും മാത്രമായിരിക്കും. സോ ആ ഒരു കാര്യം നിങ്ങളെ മനസ്സിലാക്കുക, നിങ്ങളെ കൃത്യമായി കോൺഫിഡൻസ് ഉള്ളവരായി മാറ്റുക എന്നുള്ളതാണ് ഇങ്ങനെ ഒരു പരീക്ഷ നടത്തുന്നതിലൂടെ അനന്ത IAS അക്കാദമിയും തൃശൂർ ഡിസ്ട്രിക്ട് പഞ്ചായത്തും ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോ നമ്മളുടെ ഒരു വിഷൻ എന്താണ് എന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് പരീക്ഷയുടെ പാറ്റേണിലേക്ക് വരാം. ഒക്ടോബർ 11-ന് 50 ചോദ്യങ്ങൾ അടങ്ങുന്ന 1 മണിക്കൂർ ദൈർഘ്യമുള്ള എക്സാമിനേഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ലെവൽ 1 കാറ്റഗറിയിലും ലെവൽ 2 കാറ്റഗറിയിലും ലെവൽ 3 കാറ്റഗറിയിലും 1 മണിക്കൂർ ദൈർഘ്യമുള്ള 50 ചോദ്യങ്ങൾ അടങ്ങുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിനേഷൻ ഉണ്ടാവുക. ഒരു ചോദ്യത്തിന് 4 ഉത്തരങ്ങൾ ഓപ്ഷനുകളായി ഞങ്ങൾ നൽകിയിട്ടുണ്ടാകും. അതിൽ ശരിയായ ഒരു ഉത്തരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആ ഒരു ഉത്തരം നിങ്ങൾ കറുപ്പിക്കണം. നിങ്ങൾക്ക് നിശ്ചിതമായിട്ട് ഒരു ആൻസർ ഷീറ്റ് തരും. ആ ആൻസർ ബുക്ക്ലെറ്റിൽ നിങ്ങൾ ശരിയായ ഉത്തരം കറുപ്പിക്കണം. അങ്ങനെയാണ് നമ്മുടെ മിക്ക പല മത്സര പരീക്ഷകളും നടക്കുന്നത്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് നമ്മളും എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മളുടെ എക്സാം പാറ്റേണിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയോ? അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് സിലബസുകളിലേക്ക് പോകാം. സിലബസിനെ ഞാൻ പ്രധാനമായും 5 കാറ്റഗറിയിൽ ഡിവൈഡ് ചെയ്യുകയാണ്. ഏതൊക്കെയാണ് ആ 5 പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ? ഒന്നാമത്തത് ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. എന്താണ്? ചരിത്രം എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. ചരിത്രം നിങ്ങൾ 5ാം ക്ലാസ് മുതലേ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കുകളിൽ NCERT-യുടെയും കേരള ഗവൺമെന്റ് പുറപ്പെടുവിക്കുന്ന SCERT-യുടെയും ടെക്സ്റ്റ് ബുക്കുകളിൽ സോഷ്യൽ സയൻസിന്റെ ചരിത്രം നിങ്ങൾ പഠിക്കുന്നുണ്ട്. പ്രീ ഹിസ്റ്റോറിക് പീരീഡ് പഠിക്കുന്നുണ്ട്, പ്രാചീന കാലഘട്ടം. ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ച് നിങ്ങൾ പഠിച്ചു. സിന്ധു നദീതട സംസ്കാരം എന്ന് മലയാളത്തിൽ പറയും. ദെൻ ഏൻഷ്യന്റ് ഇന്ത്യയെ കുറിച്ച് നമ്മൾ പഠിച്ചു. പ്രാചീന കാലഘട്ടം, അശോകന്റെയും മൗര്യന്റെയും കാലഘട്ടം, ബുദ്ധിസം വന്ന കാലഘട്ടം. ഇങ്ങനെ പ്രാചീന ഇന്ത്യയെ കുറിച്ച് നമ്മൾ പഠിച്ചു.
മിഡീവിയൽ ഇന്ത്യൻ ഹിസ്റ്ററിയെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഡൽഹി സുൽത്താനേറ്റിന്റെ കാലഘട്ടം, അക്ബറിന്റെയും മുഗൾ രാജാക്കന്മാരുടെയും കാലഘട്ടം, അങ്ങനെ ദീർഘമായ ഒരു മിഡീവിയൽ ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. ദെൻ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയും നിങ്ങൾ പഠിച്ചു. ഗാന്ധിയുടെ കാലഘട്ടം, നെഹ്റുവിന്റെ കാലഘട്ടം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുത്ത സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങൾ. ഇതെല്ലാമാണ് പ്രധാനമായിട്ടും നമ്മളുടെ ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗത്തിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ട പാഠഭാഗങ്ങൾ. അപ്പോ പ്രധാനമായിട്ടും ഹിസ്റ്ററി എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ സയൻസിലെ ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കാൻ ശ്രദ്ധിക്കുക. അതിൽ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി മേജർലി ഫോക്കസ് കൊടുക്കുക. രണ്ടാമത്തെ സബ്ജക്ട് ഏതായിരിക്കും? ജോഗ്രഫിയാണ് രണ്ടാമത്തെ ഇമ്പോർട്ടൻസോടുകൂടി നിങ്ങൾ പഠിക്കേണ്ട സബ്ജക്ട്. ജോഗ്രഫി എന്ന് പറഞ്ഞാൽ ഭൂമിശാസ്ത്രമാണ്. ഭൂമിയെ കുറിച്ച് നിങ്ങൾക്കുള്ള അറിവ്, ഭൂമി സൂര്യനെ ചുറ്റുന്നു, അതിനെടുക്കുന്ന സമയം, നമ്മളുടെ സീസണുകളെ കുറിച്ചിട്ട്, ദെൻ അതുമായി ബന്ധപ്പെട്ട വസ്തുതകളെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഭൂമിയുടെ ഡിഫറെന്റ് പാർട്സുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, അറ്റ്മോസ്ഫിയറിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഡിഫറെന്റ് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കുകളിൽ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതെല്ലാം അനന്ത IAS അക്കാഡമിയുടെ സ്കോളർഷിപ്പ് എക്സാമിനേഷനിലും ചോദിക്കാനുള്ള സാധ്യതകളുണ്ട്. മൂന്നാമത്തെ സബ്ജക്ട് ഏതായിരിക്കും? മൂന്നാമത്തെ സബ്ജക്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് പൊളിറ്റി സിവിക് സെൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. ഒരു 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടിക്ക് ചിലപ്പോൾ സംശയം തോന്നിയേക്കാം, അങ്ങനെ ഒരു സബ്ജക്ട് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ലല്ലോ, ഞങ്ങൾ ആരും പഠിച്ചിട്ടില്ലാത്തൊരു സബ്ജക്റ്റ് ആണോ? അല്ല. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് നിങ്ങൾ എടുക്കുക. ആദ്യത്തെയും രണ്ടാമത്തെയും ചാപ്റ്റർ എന്തിനെ കുറിച്ചാ ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? മെഡീവിയൽ ഇന്ത്യയെ കുറിച്ചിട്ടാണ്. നമ്മുടെ മധ്യകാല ഇന്ത്യയെ കുറിച്ചിട്ട്, ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ചിട്ടും അതുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങളൊക്കെയാണ് ആദ്യ 2 ചാപ്റ്ററുകളിൽ നമ്മൾ നൽകിയിട്ടുള്ളത്. അതിനുശേഷം 3ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ എന്താ പഠിക്കുന്നത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ ഭരണഘടനയെ കുറിച്ചിട്ടും നിയമ നിർമ്മാണങ്ങളെ കുറിച്ചിട്ടും നമുക്ക് ചുറ്റുമുള്ള നിയമങ്ങളെയും നിയമസംഹിതകളെയും, അതുമാത്രമല്ല സിവിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും പഠിക്കുന്നതിനെയാണ് പൊളിറ്റി ആൻഡ് സിവിക്സ് എന്ന് നമ്മൾ പഠിക്കുന്നത്. സോ ഇതും നമ്മളുടെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കുകളിലെ ഒരു സബ്ജക്ട് അല്ലെങ്കിൽ ഒരു വിഭാഗം തന്നെയാണ്. അപ്പോ 3 സബ്ജക്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പറഞ്ഞു. 4ാമതൊരു സബ്ജക്ട് ഉണ്ട്. ഏതാണ്? കറന്റ് അഫയേഴ്സ്. സമകാലിക പ്രസക്തിയുള്ള വാർത്തകളിൽ നിന്ന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അത് നമ്മൾ ക്ലാസ്സുകളിൽ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? നമ്മളുടെ ടീച്ചർമാർ ആരെങ്കിലും സമകാലിക പ്രസക്തിയുള്ള സബ്ജക്റ്റുകളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ചോദ്യ ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ആ ഒരു സബ്ജക്ട് നമ്മൾ എങ്ങനെ പഠിക്കും? അതിനും അനന്ത IAS അക്കാഡമിയുടെ കയ്യിൽ വഴികളുണ്ട്. നിങ്ങൾ അനന്ത IAS അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, യൂട്യൂബ് ചാനലിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ജൂൺ 1-ാം തീയതി മുതൽ, കഴിഞ്ഞ ജൂൺ 1-ാം തീയതി മുതൽ എല്ലാ ദിവസവും ആ ദിവസത്തെ പത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള ന്യൂസിന്റെ ഒരു വിശകലനം, 1 മണിക്കൂറും അരമണിക്കൂറും ദൈർഘ്യമുള്ള ന്യൂസിന്റെ വിശകലനങ്ങൾ കാണാനായി സാധിക്കും. ഈ വിശകലനങ്ങൾ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ലഭിക്കും. അപ്പോ കറന്റ് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഉണ്ട്. അത് പഠിക്കാനുള്ള കുറുക്കു വഴി കൂടി ഞാൻ പറഞ്ഞു തന്നു. ഇനി മറ്റൊരു സബ്ജക്ട് ഉണ്ട്. ഏതാണത്? മാത്തമാറ്റിക്സ്. ചിലപ്പോ ഇവിടെ വെച്ച് പലരുടെയും മുഖം ചുളുങ്ങിയിട്ടുണ്ടാകാം. ഒരു IAS IPS ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ IAS IPS ആഗ്രഹിക്കുന്ന ഒരാൾ എന്തിനാണ് മാത്തമാറ്റിക്സ് പഠിക്കേണ്ടത്? മാത്തമാറ്റിക്സിന് സിവിൽ സർവീസിൽ ആവശ്യകതയുണ്ടോ? തീർച്ചയായും ആവശ്യകതയുണ്ട്. സിവിൽ സർവീസിന്റെ പ്രിലിമിനറി എക്സാമിനേഷൻ, ആദ്യത്തെ എക്സാമിനേഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ 2 പരീക്ഷകളായിട്ടാണ് നടക്കുന്നത്. ആദ്യത്തേത് ജനറൽ സ്റ്റഡീസിന്റെ ഒരു പരീക്ഷ ഉണ്ടാകും. ദെൻ രണ്ടാമത്തെ പരീക്ഷ CSAT എന്ന് ഞങ്ങൾ വിളിക്കും, സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അതിൽ പ്രധാനമായിട്ടും മാത്തമാറ്റിക്സും
ജനറൽ ഇംഗ്ലീഷിൽ നിന്നുള്ള ചോദ്യങ്ങളുമായിരിക്കും നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന് സമാനമായ രീതിയിൽ തന്നെ നമ്മളുടെ അനന്ത IAS അക്കാഡമിയുടെ ഒക്ടോബർ 11 നടക്കുന്ന സ്കോളർഷിപ്പ് എക്സാമിനേഷനിൽ നമ്മൾ മാത്തമാറ്റിക്സിൽ നിന്ന്, ഗണിതത്തിൽ നിന്ന് 10 ചോദ്യങ്ങൾ ഓരോ സ്റ്റേജിലും, ലെവൽ 1ലും ലെവൽ 2ലും ലെവൽ 3ലും എക്സാമിനേഷൻ എഴുതുന്നവർക്ക് വേണ്ടിയിട്ടും 10 ചോദ്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ നിങ്ങൾ ആരും പേടിക്കേണ്ട കാര്യമില്ല. ബേസിക് ലെവലിലുള്ള മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻസുകളായിരിക്കും നമ്മളുടെ ഈ എക്സാമിനേഷനുകളിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ ക്രിട്ടിക്കൽ അനാലിസിസും ക്രിട്ടിക്കൽ തിങ്കിങ്ങും കൃത്യമായിട്ട് 1 മണിക്കൂർ ടൈം ഫ്രെയിമിൽ നടക്കുമ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 10 ചോദ്യങ്ങൾ മാത്തമാറ്റിക്സിൽ നിന്ന് നിങ്ങളുടെ പ്രോബ്ലം സോൾവിംഗ് സ്കില്ലൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 10 ചോദ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ ചോദിക്കുക. അപ്പോ 50 ചോദ്യങ്ങൾ കടങ്ങുന്ന 5 സബ്ജക്റ്റുകൾ ഞാൻ പറഞ്ഞു. ഏതൊക്കെയാണ്? ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി ആൻഡ് സിവിക്സ്, 4ാമതായിട്ട് കറന്റ് അഫയേഴ്സ്, 5ാമതായിട്ട് മാത്തമാറ്റിക്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ. ഇങ്ങനെ 5 സബ്ജക്റ്റുകൾ നമുക്ക് പ്രധാനമായിട്ടും ഏരിയാസ് ഫോക്കസ് ചെയ്യണം. കറന്റ് അഫയേഴ്സിലേക്ക് നിങ്ങൾ ഒന്നെടുത്തേ. നിങ്ങൾ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുൻപ് ഒരു വാർത്ത കേട്ടിട്ടുണ്ടാവും. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ജഗദീപ് ധൻഖർ രാജിവെച്ചു. ഓർക്കുന്നുണ്ടോ? എന്നിട്ട് കഴിഞ്ഞ മാസത്തിലാണ് പുതിയ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വന്നത്, അല്ലെങ്കിൽ ഇന്ത്യക്കൊരു പുതിയ വൈസ് പ്രസിഡന്റിനെ കിട്ടിയത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ആരാണ് ആ വൈസ് പ്രസിഡന്റ് എന്നുള്ളത്? അതൊരു കറന്റ് അഫയേഴ്സ് ചോദ്യമാവില്ലേ? കറന്റ് അഫയേഴ്സ് ചോദ്യമാകാനായിട്ട് സാധ്യതയുണ്ട്. കാരണം നമുക്ക് ചുറ്റും നടന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ അതുപോലെയുള്ള കറന്റ് അഫയേഴ്സ് നമുക്ക് നമ്മുടെ പരീക്ഷയിൽ വരും. ഇതെല്ലാം നമ്മളുടെ കറന്റ് അഫയേഴ്സിന്റെ ഡിസ്കഷനിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോ നിങ്ങൾ എല്ലാവരും അത് ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ 5 മേഖലയിലാണ് പ്രധാനമായിട്ടും ചോദ്യങ്ങൾ ചോദിക്കുന്ന ഏരിയാസ് വരുന്നത്. ഇത് കൂടാണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന മറ്റൊരു സംശയമാണ്, ലെവൽ 1ലും ലെവൽ 2ലും ലെവൽ 3ലും സെയിം സിലബസ് തന്നെയാണോ? സെയിം സിലബസ് തന്നെയാണ്. 90% ഓഫ് ദ ഏരിയാസ് ഈ 5 മേഖലയിലുമാണ് ചുറ്റിപ്പറ്റി കിടക്കുന്നത്. പക്ഷേ ലെവൽ 2ലേക്കും ലെവൽ 3ലേക്കും വരുമ്പോൾ ഈ ചോദ്യങ്ങളുടെ നിലവാരം കുറച്ചുകൂടി ഉയരും. ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്ന് മാറിയിട്ട് അനലിറ്റിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ ഡിഗ്രി പഠിച്ചിരിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും നമ്മൾ ചോദ്യങ്ങളിൽ ഉൾപ്പെടുത്തും. എന്നാൽ എനിക്കറിയാം നിങ്ങൾ എല്ലാവരും സിവിൽ സർവീസ് പഠിക്കാനായിട്ട് പോകുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരുടെയും നിലവാരത്തിന് അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങൾ മാത്രമേ അനന്ത IAS അക്കാഡമിയുടെ ഈ ഒരു ചോദ്യ പേപ്പറിൽ കാണാൻ സാധിക്കുകയുള്ളൂ. നമ്മളുടെ ലക്ഷ്യം നിങ്ങളുടെ ഏറ്റവും വലിയ അറിവുകളെ സമാഹരിക്കുക എന്നുള്ളതല്ല. പകരം ഞാൻ ആദ്യമേ പറഞ്ഞു, കോൺഫിഡന്റ് ആയി ആത്മവിശ്വാസത്തോടു കൂടി ഒരു പരീക്ഷയെ അഭിമുഖീകരിക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒക്ടോബർ 11 നടക്കുന്ന ഈ എക്സാമിനേഷൻ കൃത്യമായും വ്യക്തമായും വളരെ രസകരമായിട്ട് എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നിങ്ങൾക്ക് നമ്മളുടെ സിലബസിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു PDF നിങ്ങൾക്ക് ലഭിക്കും. എങ്ങനെയാണ്? 3 രീതിയിൽ നിങ്ങൾക്ക് അത് ലഭിക്കാം. ഈ വീഡിയോയുടെ താഴെ, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്മളുടെ സിലബസ് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ PDF, അതായത് ലെവൽ 1നും ലെവൽ 2നും ലെവൽ 3നുമുള്ള PDF സെപ്പറേറ്റ് ആയി ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മളുടെ അനന്ത IAS അക്കാഡമിയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ, വെബ്സൈറ്റിൽ പോകാനായിട്ട് അറിയോ? ചെറിയ കുട്ടികളെ നോക്കിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഗൂഗിളിൽ www.anandaias.in എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, anandaias.in എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അനന്ത IAS അക്കാഡമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുക. വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നമ്മളുടെ സിലബസിന്റെ PDF ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കും. അതുമാത്രമല്ല,
ടെലഗ്രാം എന്ന് പറയുന്ന ഒരു ആപ്പ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ അനന്ത IAS അക്കാഡമിയുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ ഈ PDF സിലബസിന്റെ PDF അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ 3 വിധത്തില് നിങ്ങൾക്ക് ഈ PDF ഡീറ്റെയിൽഡ് PDF ഏൻഷ്യന്റ് ഇന്ത്യയിലെ എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുക, അല്ലെങ്കിൽ എന്തൊക്കെ ഏരിയാസിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്ന PDF ആണ് നിങ്ങൾക്ക് ലഭിക്കുക. ആ PDF ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് അറിയണമെന്നുണ്ടെങ്കിൽ ആ PDF ഡൗൺലോഡ് ചെയ്ത് വായിക്കാനായിട്ട് ശ്രമിക്കുക. സോ എല്ലാവർക്കും ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു എക്സാമിനേഷൻ ദിനം ആയിരിക്കട്ടെ ഒക്ടോബർ 11 നടക്കുന്നത് എന്ന് ആശംസിക്കുകയാണ്. എല്ലാവരും ഏറ്റവും സന്തോഷത്തോടെയും ഏറ്റവും ആത്മവിശ്വാസത്തോടെയും ഈ ഒരു എക്സാമിനേഷൻ എഴുതുക. താങ്ക് യു.